നെക്സ്റ്റ് നോക്കാനുള്ള കാര്യം ഷെയർ സർട്ടിഫിക്കറ്റാണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഷെയർസ് റിലേറ്റഡ് ആയിട്ട് എങ്ങനെ അതിൻ്റെ സറണ്ടർ ഓഫ് ഷെയർ എന്താണ്, ഫോർഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ദെൻ ഫോർഫീറ്റ് ചെയ്ത ഷെയർസ് എങ്ങനെയാണ് നമ്മൾ റീഇഷ്യൂ ചെയ്യുന്നത്, ദെൻ അതിൻ്റെ ബൈ ബാക്ക്, ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ നോക്കുന്നത് ഒരു ഷെയർ നമുക്ക് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം, അതിൻ്റെ ഒരു ടൈറ്റിൽ ഓഫ് ഓണർഷിപ്പ് വേണം. എന്നാൽ മാത്രമേ അത് ഒരു കമ്പനീൻ്റെ ഷെയർ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഷെയർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഓണർഷിപ്പ് റിവീൽ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആസ് എ പ്രൂഫ് നമ്മളുടെ കയ്യിലുണ്ടായിരിക്കണം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. സോ ഷെയർ സർട്ടിഫിക്കറ്റ് ഈസ് എ സർട്ടിഫിക്കറ്റ് issued under the common seal of the company specifying the shares held by any person shall be prima facie evidence of the title of the person to such shares. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എവിഡൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു കമ്പനീൻ്റെ എത്ര നമ്പർ ഓഫ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു എവിഡൻസ് ആയിട്ടാണ് നമ്മൾ ഷെയർ സർട്ടിഫിക്കറ്റിനെ കാണുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഇഷ്യൂഡ് അണ്ടർ ദ കോമൺ സീൽ ഓഫ് ദ കമ്പനി അതിൻ്റെ കോമൺ സീൽ വെച്ചുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഷെയർ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഒരു സർട്ടിഫിക്കറ്റ് മസ്റ്റ് ബി സ്റ്റാമ്പ്ഡ്. നമ്മളുടെ സ്റ്റാമ്പ് ആക്ട് പ്രകാരം ഡ്യൂലി സ്റ്റാമ്പ് ചെയ്തിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. വെറുതെ ഒരു സർട്ടിഫിക്കറ്റ് മാത്രം പോരെ, ഡ്യൂലി സ്റ്റാമ്പ്ഡ് ആയിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് സ്റ്റേറ്റ് ദ നെയിം, ഒക്യുപ്പേഷൻ ഓഫ് ഹോൾഡർ. നമ്മളുടെ ഷെയർ ഹോൾഡർ ആരാണോ അയാളുടെ നെയിമും ആൻഡ് ഒക്യുപ്പേഷനും കറക്റ്റായിട്ട് അതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ദ നമ്പർ ഓഫ് ഷെയർസ് ഹോൾഡ്, എത്ര ഷെയർസാണ് അവർ ഹോൾഡ് ചെയ്യുന്നത്. ആൻഡ് ഡിസ്റ്റിങ്റ്റീവ് നമ്പർ ആൻഡ് എമൗണ്ട് പേ. ഡിസ്റ്റിങ്റ്റീവ് നമ്പർ മീൻസ് ഷെയർ ഹോൾഡറിൻ്റെ നമ്പർ ആൻഡ് എത്ര എമൗണ്ടാണ് അവർ പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. ഇതൊക്കെയാണ് നോർമലി അതിൻ്റെ കണ്ടൻ്റ് ആയിട്ട് ഉണ്ടാവുക. അതുകൂടാതെ ഏത് ക്ലാസ് ഓഫ് ഷെയർസാണ്, ദെൻ ഷെയറിൻ്റെ നോമിനൽ വാല്യൂ എത്രയാണ്, ദെൻ ഒക്കെ കഴിഞ്ഞ് നമ്മളുടെ സിഗ്നേച്ചർ, ഇതൊക്കെ ഇതിൻ്റെ കണ്ടൻ്റായിട്ട് വരേണ്ടതാണ്. മെയിനായിട്ട് വരുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് ഷെയർ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവുക. ആൻഡ് ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ദ എസ്റ്റോപ്പൽ ആസ് ടു ടൈറ്റിൽ ആൻഡ് ആസ് ടു പേയ്മെൻറ്റ്. എസ്റ്റോപ്പൽ ആസ് ടു ടൈറ്റിൽ ആൻഡ് ആസ് ടു പേയ്മെൻറ്റ് രണ്ടാണ്. എസ്റ്റോപ്പൽ മീൻസ് എന്താണ്, നമുക്കൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റാത്ത ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എസ്റ്റോപ്പൽ എന്നുള്ള വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇവിടെ എന്താ പറഞ്ഞത്, ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് എസ്റ്റോപ്പൽ ആസ് ടു ടൈറ്റിലായിട്ടും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് ആൻഡ് എസ്റ്റോപ്പൽ ആസ് ടു പേയ്മെൻ്റ് ആയിട്ടും കൺസിഡർ ചെയ്യുന്നുണ്ട്. എസ്റ്റോപ്പൽ ആസ് ടു ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓണർ ആരാണോ ഷെയർ ഹോൾഡർ, ആ ഓണറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂന്ന് ആ ഒരു പേഴ്സൺ കമ്പനീൻ്റെ ഷെയർ ഓൺ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു എവിഡൻസാണ് ഷെയർ സർട്ടിഫിക്കറ്റ്. അയാൾക്ക് ഈ ഷെയർ സർട്ടിഫിക്കറ്റ് കയ്യിൽ വയ്ക്കുന്നിടത്തോളം കാലം ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എസ്റ്റോപ്പൽ ആസ് ടു ടൈറ്റിലാണ്. ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പനിക്ക് ഒരിക്കലും ഇയാൾ ഇവിടെ ഓൺ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഓണറല്ല എന്നുള്ള രീതിയിൽ ഒരു എന്താ പറയുക ഒപ്പീനിയനും പറയാൻ പറ്റില്ല. അപ്പോൾ ഓണറാണെന്നുള്ളതിൻ്റെ ടൈറ്റിൽ ഓഫ് ഓണർഷിപ്പ് എന്നുള്ള രീതിയിൽ ഈ ഷെയർ സർട്ടിഫിക്കറ്റിനെ നമ്മൾ കാണുന്നുണ്ട്. ആൻഡ് എസ്റ്റോപ്പൽ ആസ് ടു പേയ്മെൻറ്റ്. എസ്റ്റോപ്പൽ ആസ് ടു പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, കമ്പനിക്ക് ഈ ഒരു ഷെയർ സർട്ടിഫിക്കറ്റ് ഒരാൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പനിക്ക് പിന്നീട് ഒരിക്കലും പറയാൻ പറ്റില്ല അയാൾ ഷെയറിൻ്റെ പ്രൈസ് നമുക്ക് തന്നിട്ടില്ല അല്ലെങ്കിൽ പെൻഡിങ് ആണെന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പനിക്ക് പറയാൻ പറ്റില്ല. കാരണം കമ്പനി ആ ഒരു അലോട്ട്മെൻറ്റ് ചെയ്യുന്നത് വരെയുള്ള എത്രയാണ് എമൗണ്ട് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്, ആ എമൗണ്ട് അടച്ചിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ കമ്പനി ഷെയർ സർട്ടിഫിക്കറ്റ് കൊടുക്കുള്ളൂ. അപ്പോൾ അതിന് ശേഷം ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് റിസീവ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പേയ്മെൻറ്റ് പെൻഡിങ് ആണ് എന്നുള്ള രീതിയിലേക്ക് കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒപ്പീനിയൻ പറയാൻ പറ്റില്ല. അപ്പം ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എസ്റ്റോപ്പൽ ടു ടൈറ്റിൽ ആൻഡ് എസ്റ്റോപ്പൽ ടു പേയ്മെൻറ്റ്. ഓണർ അല്ലാന്നും പറയാൻ പറ്റില്ല, ആൻഡ് അതുപോലെ തന്നെ ഈ ഷെയർ ഹോൾഡർ നമുക്ക് പേയ്മെൻറ്റ് തന്നിട്ടില്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ദെൻ ദ കമ്പനി മസ്റ്റ് ഡെലിവർ ഇറ്റ് ടു ഓൾ ഷെയർ ഹോൾഡേഴ്സ് വിത്തിൻ 2 months ഓഫ് അലോട്ട്മെൻറ്റ്. ഇനി അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ നമ്മളുടെ അലോട്ട്മെൻറ്റ് ഇഷ്യൂ ചെയ്തതിന് ശേഷം 2 മാസത്തിനുള്ളിൽ ഈ ഒരു ഷെയർ സർട്ടിഫിക്കറ്റ് നമ്മൾ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിന് കൂടുതൽ ടൈം എടുക്കാൻ പാടില്ല.
ഇൻ കേസ് ഒരാൾക്ക് നമ്മൾ ഷെയർ സർട്ടിഫിക്കറ്റ് കൊടുത്തു, അയാളുടെ കയ്യിൽ നിന്ന് അത് മിസ്സായി പോവുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് പറ്റിപ്പോയി, അങ്ങനത്തെ സിറ്റുവേഷൻസിൽ കമ്പനിക്ക് എന്ത് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്? ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ, അല്ലെങ്കിൽ അത് റിന്യൂ ചെയ്ത് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഇത് കമ്പനിക്ക് എന്ത് ചെയ്യണം? ടോൺ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എവിഡൻസ് എന്താണെന്നുള്ളത് കമ്പനിക്ക് സറണ്ടർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനത്തെ സിറ്റുവേഷൻസിന് കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഈ ഒരു പേഴ്സണിന് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അതല്ലാത്ത സിറ്റുവേഷൻസിലൊന്നും നമുക്ക് ഷെയർ സർട്ടിഫിക്കറ്റ് രണ്ടാമതൊരു പ്രാവശ്യം കൂടെ ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ അതാണ് ഷെയർ സർട്ടിഫിക്കറ്റ്. ഇനി ഇതുപോലെ തന്നെ വരുന്നൊരു ടേമാണ് ഷെയർ വാറൻറ്റ് എന്താണെന്നുള്ളത്. രണ്ടും സിമിലർ ടേമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും രണ്ടിനും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ രണ്ടോ കോൺസെപ്റ്റും മനസ്സിലാക്കി വെക്കാം. ഷെയർ വാറൻറ്റ് എന്ന് പറഞ്ഞാൽ, വാറൻറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് എ സർട്ടിഫിക്കറ്റ്. നമുക്കൊരു ഓണർഷിപ്പ് റിവീൽ ചെയ്യുന്നത് സർട്ടിഫിക്കറ്റ് ആയിട്ട് നമുക്കൊരിക്കലും ഷെയർ വാറൻറ്റിനെ കാണാൻ പറ്റില്ല. ഷെയർ വാറൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമുക്കുള്ളൊരു റൈറ്റാണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഫ്യൂച്ചറിൽ ഇത്ര നമ്പർ ഓഫ് ഷെയർസ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം എന്ന് സ്പെസിഫൈ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഷെയർ വാറൻറ്റ് എന്ന് പറയുന്നത്. ഷെയർ സർട്ടിഫിക്കറ്റ് നമ്മൾ ഓൺ ചെയ്യുന്ന ഷെയർസിൻ്റെ എവിഡൻസാണ്, ഇത്ര ഷെയർ ഓൺ ചെയ്യുന്നു എന്നുള്ളത്. ഷെയർ വാറൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മൾ ഓൺ ചെയ്യുന്നതല്ല, ഭാവിയിൽ നമ്മൾ എത്ര ഷെയർ പർച്ചേസ് ചെയ്യാം എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഷെയർ വാറൻറ്റ്. അപ്പോൾ അത് നമുക്ക് ഭാവിയിൽ ഇത്ര ഷെയർസ് കമ്പനി തരും എന്നുള്ളതിൻ്റെ ഒരു എവിഡൻസാണ് ഷെയർ വാറൻറ്റ് എന്ന് പറയുന്നത്. അതാണ് ഡിഫറൻസ്. സോ എ ഷെയർ വാറൻറ്റ് ഈസ് എ ഡോക്യുമെൻറ്റ് issued under the common seal of the company stating that the bearer is entitled to specified number of shares. കമ്പനീൻ്റെ കോമൺ സീലിൽ തന്നെയാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. അതിൻ്റെ ഇവിടെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് എന്താ? ഈ ഷെയർ വാറൻറ്റ് ഹോൾഡ് ചെയ്യുന്ന ആ ഒരു ബിയറർ ഓഫ് ദ ഡോക്യുമെൻറ്റ് ഈസ് എൻറ്റൈറ്റിൽഡ് ടു സ്പെസിഫൈഡ് നമ്പർ ഓഫ് ഷെയർസ്. ഷെയർ വാറൻറ്റിൽ എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണോ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് അത്രയും ഷെയർസ് കിട്ടാൻ ഈ ബിയറർ എലിജിബിൾ ആണ്, അല്ലെങ്കിൽ അയാൾക്ക് കിട്ടും എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഷെയർ വാറൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹിയർ ദ ബിയറർ ഓഫ് ദ ഷെയർ വാറൻറ്റ് ഈസ് നോട്ട് എ രജിസ്റ്റേർഡ് മെമ്പർ. രജിസ്റ്റേർഡ് മെമ്പറോ അല്ലെങ്കിൽ ഷെയർ ഹോൾഡറോ അല്ല. അയാൾക്ക് ഫ്യൂച്ചറിൽ എന്ത് കിട്ടും? ഷെയർസ് കിട്ടും. അത് ഷെയർ വാങ്ങിക്കുമ്പം അയാൾക്ക് എന്ത് കിട്ടും? ഷെയർ സർട്ടിഫിക്കറ്റ് കിട്ടും. അങ്ങനെ കിട്ടുന്ന സമയത്താണ് ഇയാൾ ഒരു ലീഗലി ഓണറായിട്ട് മാറുന്നത്. അതുവരെ വാറൻറ്റ് കീപ്പ് ചെയ്യുന്ന ഒരാൾ മാത്രമായിരിക്കും ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. അങ്ങനെ ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾസ് ഓതറൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം ഏതൊരു കേസിലുള്ളതുപോലെ. ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ മസ്റ്റാണ്. ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ റെഗുലേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആർക്ക് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഷെയർ വാറൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ആവശ്യമാണ്. ഇറ്റ് ഈസ് ഓൺലി ഇഷ്യൂഡ് ബൈ പബ്ലിക് കമ്പനീസ്. പബ്ലിക് കമ്പനീസിന് മാത്രമേ ഷെയർ വാറൻറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. പ്രൈവറ്റ് കമ്പനിക്ക് അങ്ങനത്തെ ഒരു പ്രൊവിഷൻ ഇല്ല. ദെൻ ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് ഓൺലി ഫുള്ളി പെയ്ഡ് ഷെയർസ്. ഓക്കെ, ഫുള്ളി പെയ്ഡ് ഷെയർസ് അതിന് മാത്രമേ ഷെയർ വാറൻറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക. ഷെയർ സർട്ടിഫിക്കറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഫുള്ളി പെയ്ഡ് ഷെയർസിനോ പാർട്ട്ലി പെയ്ഡ് ഷെയർസോ ആണെങ്കിലും ഷെയർ സർട്ടിഫിക്കറ്റ് നമുക്ക് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. ദെൻ ഇറ്റ് ഈസ് നെഗോഷ്യബിൾ. നെഗോഷ്യബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഷെയർ സർട്ടിഫിക്കറ്റ് ആവുന്ന സമയത്ത് അത് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് ആരാണോ അയാളുടെ കയ്യിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അത് ഈ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ ഷെയർ മറ്റാർക്കെങ്കിലും സെയിൽ ചെയ്തു അല്ലെങ്കിൽ നമ്മളുടെ ഓണർഷിപ്പ് സ്റ്റോപ്പായി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ഷെയർ സർട്ടിഫിക്കറ്റ് മറ്റൊരാൾക്ക് കിട്ടുന്നത്. അത് തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഷെയർ വാറൻറ്റ് എന്ന് പറയുന്നത് ഒരു നെഗോഷ്യബിൾ ആയിട്ടുള്ള ഡോക്യുമെൻ്റാണ്. അത് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം? നെഗോഷിയേറ്റ് ചെയ്യാവുന്നതാണ്. ട്രാൻസ്ഫറബിൾ ആണ് ഷെയർ വാറൻറ്റ് എന്ന് പറയുന്നത്. നിലവിലിപ്പോൾ ഞാൻ ഒരു 100 ഷെയർസ് ഭാവിയിൽ വാങ്ങിക്കാം എന്നുള്ളൊരു ഷെയർ വാറൻറ്റ് കമ്പനീൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഷെയർ വാറൻറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് 100 ഷെയർസ് 2 മാസം കഴിഞ്ഞാൽ കിട്ടും. ഇതേ ഷെയർ വാറൻറ്റ് തന്നെ നമുക്ക് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അവിടെ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളും ഇല്ല. ആൻഡ് ഇറ്റ് ഈസ് നെഗോഷ്യബിൾ ആണ്. ഓക്കെ, ദെൻ ഇറ്റ് കനോട്ട് പ്രസൻറ്റ് എ പെറ്റീഷൻ ഫോർ വൈൻഡിങ് അപ്പ്. ഈ ഷെയർ വാറൻറ്റ് ഹോൾഡേഴ്സിന് കമ്പനി വൈൻഡിങ് അപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളിലോ ഒന്നും ഡിസിഷൻ എടുക്കാനുള്ള റൈറ്റ് ഇല്ല. ഷെയർ സർട്ടിഫിക്കറ്റ് ഹോൾഡ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഉള്ളൂ ഈ വൈൻഡിങ് അപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നതിന് ഉള്ള ഒപ്പീനിയൻ പറയാനുള്ള റൈറ്റ് ഉള്ളത്. ഇവർക്ക് അങ്ങനത്തെ യാതൊരു വിധ റൈറ്റും ഇല്ല. അവർ ഷെയർ വാങ്ങിക്കാം എന്നുള്ളൊരു വാറൻറ്റ് മാത്രമാണ് അവർ ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ
നെക്സ്റ്റ് ടേം എന്ന് പറയുക, അപ്പോൾ ഷെയർ സർട്ടിഫിക്കറ്റും ഷെയർ വാറൻറ്റും അത് രണ്ടും കണക്ട് ചെയ്ത് അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ പഠിക്കാം. ഇനി അടുത്തൊരു ടേം എന്ന് പറയുന്നത് എന്താണ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് എന്നുള്ളതാണ്. ഷെയർ എപ്പോഴാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ട്രാൻസ്ഫറും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ട്രാൻസ്മിഷനും പഠിക്കേണ്ടത്. ഇത് രണ്ടും കണക്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഷെയർ സർട്ടിഫിക്കറ്റും ഷെയർ വാറൻറ്റും പഠിക്കുന്നത് പോലെ തന്നെ ട്രാൻസ്ഫറും ട്രാൻസ്മിഷനും നമുക്ക് പഠിക്കാനുണ്ട്. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളുടെ ഓണർഷിപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടി മറ്റൊരാളിലേക്ക് പാസ് ചെയ്യുന്നതിനാണ് നമ്മൾ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഷെയറിൻ്റെ ട്രാൻസ്ഫറും ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. ഷെയറിൻ്റെ ഓണർഷിപ്പ് ഒരാളുടെ കയ്യിൽ നിന്നും മറ്റൊരാളിലേക്ക് പാസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഈസ് വെൻ ദ ഓണർഷിപ്പ് ഓഫ് ദ ഷെയർസ് ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം ദ കറണ്ട് ഹോൾഡർ ടു അനദർ പേഴ്സൺ. കറണ്ട് ഹോൾഡറിൽ നിന്നും മറ്റൊരു പേഴ്സണിലേക്ക് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നുണ്ടാകും? ആ ഒരു ഓണർഷിപ്പ് മാറുന്ന സമയത്ത് കറണ്ട് ഷെയർ ഹോൾഡർ അവിടെ അവരുടെ ഷെയർ ഹോൾഡറിനുള്ള പൊസിഷൻ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് പുതുതായിട്ടുള്ളൊരു പേഴ്സൺ നമ്മളുടെ ഷെയർ ഹോൾഡർ എന്നുള്ള പൊസിഷനിലേക്ക് വരുന്നുണ്ടാകും. ഓക്കെ, പബ്ലിക് കമ്പനീൻ്റെ കേസിൽ നമുക്ക് ഷെയർസ് എന്ന് പറയുന്നത് ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്. ബട്ട് പ്രൈവറ്റ് കമ്പനീസ് ആവുന്ന സമയത്ത് അവിടെ സെർട്ടൻ റെസ്ട്രിക്ഷൻസും എക്സെപ്ഷൻസും കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്, ട്രാൻസ്ഫറബിലിറ്റീൻ്റെ കേസസിൽ വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇങ്ങനെ നമുക്ക് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ട്രാൻസ്ഫർ ഡീഡ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരു ഫോമിൽ കറക്റ്റ് ഫോർമാറ്റിൽ നമ്മളൊരു ട്രാൻസ്ഫർ ഡീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എൻ എഗ്രിമെൻ്റ് ആണ്. അവിടെ ഒരു ട്രാൻസ്ഫർ ഡീഡ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ കേസിൽ. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് ഷെയർ എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇനി അവിടെ നോക്കേണ്ട കാര്യങ്ങൾ, ദർ മസ്റ്റ് ബി പ്രോപ്പർ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ട്രാൻസ്ഫർ ഇൻ പ്രിസ്ക്രൈബ്ഡ് ഫോം. ഒന്നാമത്തെ അതിൻ്റെ ഒരു പ്രൊവിഷൻ എന്ന് പറയുന്നതാണ് ഒരു പ്രോപ്പർ ഇൻസ്ട്രുമെൻറ്റ് വേണം. ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ഈ നേരത്തെ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുള്ള ട്രാൻസ്ഫർ ഡീഡ് തന്നെയാണ്. കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ ആയിരിക്കണം നമ്മൾ ഈ ഡീഡ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ആ ഡീഡിൽ എന്തൊക്കെ ഉണ്ടാകും? ആരാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതായത് കറൻ്റ്ലി ഹോൾഡ് ചെയ്യുന്ന ആളായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഉണ്ടാകണം. പിന്നെ ആർക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്, ആർക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ട്രാൻസ്ഫറിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ ആ പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ആൻഡ് ദ ട്രാൻസ്ഫറി ബിക്കംസ് മെമ്പർ ഓൺലി വെൻ ട്രാൻസ്ഫർ ഈസ് രജിസ്റ്റേർഡ് ബൈ കമ്പനി. ഇനി ആ ട്രാൻസ്ഫറി ഇപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന ഒരാളാണ് ഇപ്പോൾ കറൻ്റ്ലി കമ്പനീൻ്റെ ഷെയർ ഹോൾഡർ. അയാൾ ബി എന്ന് പറയുന്ന ആൾക്ക് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ആ ട്രാൻസ്ഫർ കമ്പനി വാലിഡേറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കമ്പനീൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട് അല്ലെങ്കിൽ കമ്പനി ബുക്സിൽ ഈ ഒരു ട്രാൻസാക്ഷൻ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഉള്ളൂ ട്രാൻസ്ഫറി കമ്പനീൻ്റെ ഷെയർ ഹോൾഡറായിട്ട് മാറുന്നത്. കമ്പനി അത് രജിസ്റ്റർ ചെയ്യുന്നത് വരെ, ആ ഒരു ഡേറ്റ് വരെ കമ്പനീൻ്റെ ഷെയർ ഹോൾഡറായിട്ട് ഈ മുന്നേ കറണ്ട് ഹോൾഡർ ആരാണോ അയാൾ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അത്രയും ആ ഒരു ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആവുന്നത് വരെയുള്ള എല്ലാ ഡിവിഡൻറ്റും കിട്ടുന്നത് ട്രാൻസ്ഫറർക്ക് തന്നെയാണ്. ട്രാൻസ്ഫറിക്ക് ഇതിൻ്റെ ഒരു ഓണർഷിപ്പ് എപ്പോഴാണ് പാസ് ചെയ്യുന്നത്? കമ്പനി അതിൻ്റെ ബുക്സിൽ ഇത് രജിസ്റ്റർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ട്രാൻസ്ഫറി കറണ്ട് ഓണറായിട്ട് മാറുന്നത്. ആൻഡ് ആപ്ലിക്കേഷൻ ഫോർ ട്രാൻസ്ഫർ ക്യാൻ ബി മെയ്ഡ് ബൈ ട്രാൻസ്ഫറർ ഓർ ട്രാൻസ്ഫറി. ഇനി നമ്മളങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാൾ വിചാരിക്കുകയാണ് നമ്മളുടെ ഷെയർ വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അവർ തമ്മിൽ അറിഞ്ഞിട്ടുണ്ടാകും. ഇനി കമ്പനീനെ നമ്മളത് ഇൻറ്റിമേറ്റ് ചെയ്യേണ്ടതുണ്ട്. ആ ഒരു ഇൻറ്റിമേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഈ ട്രാൻസ്ഫർക്ക് തന്നെ ചെയ്യാം, കറണ്ട് ഹോൾഡർക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർക്ക് വേണമെന്നുണ്ടെങ്കിലും ആ ആപ്ലിക്കേഷൻ കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അവിടെ റെസ്ട്രിക്ഷനും കാര്യങ്ങളൊന്നുമില്ല. And certificate of transfer shall be delivered by company within 1 month of intimation of transfer. ഇങ്ങനെ ഒരു ഇൻറ്റിമേഷൻ ട്രാൻസ്ഫറിൻ്റെ ഭാഗത്തു നിന്നോ ട്രാൻസ്ഫറിൻ്റെ ഭാഗത്തു നിന്നോ കമ്പനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ വിത്തിൻ 1 മന്ത് ഈ ഒരു ട്രാൻസ്ഫർ കംപ്ലീറ്റ് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് ഓഫ് ട്രാൻസ്ഫർ കമ്പനി ഡെലിവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രാൻസ്ഫർ റിലേറ്റഡ് ആയിട്ട് നോക്കേണ്ടത്. ട്രാൻസ്ഫർ എന്നത് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ആയിട്ട് പറയുന്നത്. ദെൻ അതിൽ 2 ടൈപ്പ് ട്രാൻസ്ഫർ ഉണ്ട്. ഫോഗ്ഡ് ട്രാൻസ്ഫറും ആൻഡ് ബ്ലാങ്ക് ട്രാൻസ്ഫറും. 2 ടൈപ്പ് ട്രാൻസ്ഫേഴ്സ് ഉണ്ട്. ഓക്കെ, നോർമൽ കേസിൽ ട്രാൻസ്ഫർ ഈ പ്രോസസ്സ് തന്നെയാണ്. ഫോഗ്ഡ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ടൈപ്പല്ല, ഇത് ട്രാൻസ്ഫറിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു മെത്തേഡാണ്. നോർമലി എല്ലാ ട്രാൻസ്ഫറും കോമൺ മെത്തേഡിൽ തന്നെയാണ് പോകുന്നത്. ഇതൊരു ഈ ഫോഗ്ഡ് ആണെങ്കിലും ബ്ലാങ്ക് ട്രാൻസ്ഫർ ആണെങ്കിലും എക്സെപ്ഷൻ കേസസ് ആണ്. ഫോഗ്ഡ് ട്രാൻസ്ഫർ എന്താണെന്ന് ചോദിച്ചാൽ, ഫോഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്രിമത്വം കാണിക്കുക എന്ന് പറയും ഫോഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫോഗ് വഴി എന്തെങ്കിലും ട്രാൻസ്ഫർ വരികയാണെങ്കിൽ അതിനാണ് നമ്മൾ ഫോഗ്ഡ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അതായത് കറക്റ്റായിട്ട് വഴിയിലൂടെ അല്ലാതെ ഏതെങ്കിലും കൃത്രിമത്വം കാണിച്ചുകൊണ്ട് നമ്മൾ ട്രാൻസ്ഫർ നടത്തുകയാണെന്നുണ്ടെങ്കിൽ. ആൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഓൺ വിച്ച് ദ സിഗ്നേച്ചർ ഓഫ് ദ ട്രാൻസ്ഫർ ഈസ് ഫോഗ്ഡ് ഈസ് കോൾഡ് എ ഫോഗ്ഡ് ഇൻസ്ട്രുമെൻറ്റ്. ഈ നമ്മളുടെ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ട്രാൻസ്ഫററുടെ സിഗ്നേച്ചർ ഇല്ലാത്ത സിറ്റുവേഷൻസ്, സിഗ്നേച്ചർ മീൻസ് സൈൻ അല്ല അവിടെ പറയുന്നത്, ആ ഒരു നമ്മളുടെ അറിവില്ലാതെ, ഓക്കെ, ട്രാൻസ്ഫറിൻ്റെ കംപ്ലീറ്റ് ഇൻറ്റിമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സൈൻ ചെയ്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും അതിൽ എൻഷുർ ചെയ്തിട്ടുണ്ടാകും. ആ സൈൻ ഇല്ലെങ്കിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അവിടെ ട്രാൻസ്ഫർക്ക് അങ്ങനെ ഒരു ഇൻറ്റിമേഷൻ ഇല്ല, ട്രാൻസ്ഫർ അത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ സിഗ്നേച്ചർ ഓഫ് ട്രാൻസ്ഫറർ ഇല്ലാതെ നടക്കുന്ന ട്രാൻസ്ഫേഴ്സിനെ നമ്മൾ ഫോഗ്ഡ് ട്രാൻസ്ഫർ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് നൾ. ലീഗലി ഇതിന് എന്തില്ല, വാലിഡിറ്റി ഇല്ല, നള്ളായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുവഴി ഇപ്പോൾ ലീഗലി ഈ ട്രാൻസ്ഫർ ആർക്കാണോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് അയാൾക്ക് അതിൻ്റെ ഓണർഷിപ്പ് കിട്ടില്ല. അപ്പം ട്രാൻസ്ഫററുടെ ഒരു അറിവില്ലാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോഗ് ചെയ്തുകൊണ്ട് നമ്മളൊരു ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ട്രാൻസ്ഫർക്ക് എന്ത് കിട്ടില്ല, ഈ ഒരു ഓണർഷിപ്പ് പാസ് ചെയ്യുന്നില്ല, ഇറ്റ് ഈസ് നള്ളാണ്, അതിന് വാലിഡിറ്റി ഇല്ല. ആൻഡ് ഇഫ് എനി പാർട്ടി ഇൻകേഴ്സ് എനി ലോസ് ഡ്യൂ ടു ദിസ് ദേ ക്യാൻ ക്ലെയിം ഡാമേജസ് ഫ്രം അതർ പാർട്ടി. ഇനി ഈ ട്രാൻസ്ഫറിക്കോ അല്ലെങ്കിൽ കമ്പനിക്കോ എന്തെങ്കിലും തരത്തിൽ ഇതുകൊണ്ടൊരു ഡാമേജ് വരികയാണ് അല്ലെങ്കിൽ ലോസ് വരികയാണ്, അങ്ങനത്തെ സിറ്റുവേഷനിൽ കമ്പനിക്കാണ് ലോസ് വന്നതെങ്കിൽ കമ്പനിക്ക് മറ്റേ പാർട്ടീൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാവുന്നതാണ്, ഡാമേജ് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇനി ട്രാൻസ്ഫറിക്ക് അറിയില്ല അതിൽ സൈൻ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ട്രാൻസ്ഫറി നോക്കിയിട്ടില്ല. പക്ഷേ ട്രാൻസ്ഫർ വിചാരിക്കുകയാണ് ഞാൻ ഇതിൻ്റെ ഓണറായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ ഇയാൾ വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഇയാൾക്ക് എന്തെങ്കിലും ലോസോ ഡാമേജ് വരികയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫറിക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫറുടെ കയ്യിൽ നിന്ന് ഇത് ക്ലെയിം ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ കമ്പനീൻ്റെ കയ്യിൽ നിന്ന് ഡാമേജസ് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ വരുന്നതാണ് ബ്ലാങ്ക് ട്രാൻസ്ഫർ എന്താണ് എന്നുള്ളത്. ബ്ലാങ്ക് എന്നുള്ളത് ആ ടേമിൽ തന്നെ ഉണ്ട്. ബ്ലാങ്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫറാണ്. ഇപ്പോൾ നമ്മൾ നോർമലി ട്രാൻസ്ഫർ ഡീഡിൽ ട്രാൻസ്ഫറുടെ നെയിമും ഡീറ്റെയിൽസും അതുപോലെ തന്നെ ട്രാൻസ്ഫറീൻ്റെ നെയിമും ഡീറ്റെയിൽസും പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ട്രാൻസ്ഫറി എന്ന് പറഞ്ഞാൽ എന്താ, ആർക്കാണോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് അയാളാണ് ട്രാൻസ്ഫറി. ആ ട്രാൻസ്ഫറിനെ മെൻഷൻ ചെയ്യാത്ത ഒരു ട്രാൻസ്ഫർ ഡീഡ് ആണെങ്കിൽ അതിനാണ് നമ്മൾ ബ്ലാങ്ക് ട്രാൻസ്ഫർ ഡീഡ് എന്ന് പറയുന്നത്. വിത്തൗട്ട് മെൻഷനിങ് ട്രാൻസ്ഫർ ചെയ്യാനാണെങ്കിൽ ആർക്കാണ് നമ്മളിത് സെല്ല് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ ബ്ലാങ്ക് ട്രാൻസ്ഫർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ അത് കിട്ടിയിരിക്കുന്നത് ആരാണോ അവിടെ നമ്മൾ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ആർക്കാ കിട്ടിയെന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് കറക്റ്റ് അറിയുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ആ ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസിൽ ആരുടെ പേര് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ആർക്ക് വേണമെങ്കിലും നമുക്കത് കൊടുക്കാവുന്നതാണ്. അവിടെ പ്രത്യേകിച്ച് ഒരാൾക്ക് മാത്രമേ ഇത് കൊടുക്കാൻ പറ്റൂ എന്നുള്ള റെസ്ട്രിക്ഷൻ ഇല്ല. ആൻഡ് അങ്ങനെ നമ്മൾ എ എന്ന് പറയുന്ന ആൾക്ക് ബി എന്ന് പറയുന്ന ഒരാൾക്ക് എന്ത് ചെയ്തു, സെയിൽ ചെയ്തു. ഈ ബി എന്ന് പറയുന്ന പാർട്ടിക്ക് സി എന്ന് പറയുന്ന പാർട്ടിക്ക് സെയിൽ ചെയ്യാം, ആൻഡ് സിക്ക് ഡിക്ക് സെയിൽ ചെയ്യാം. അങ്ങനെ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഇത് എന്ത് ചെയ്യാവുന്നതാണ്, ഫ്രീലി ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെ ഫൈനലി അൾട്ടിമേറ്റ് ആയിട്ട് ഒരു ആൾക്ക് ഇത് കിട്ടി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇ എന്ന് പറയുന്ന ഒരു പേഴ്സണിന് ഇത് കിട്ടി. ഇ എന്ന് പറയുന്ന പേഴ്സണിന് കമ്പനീൻ്റെ ഷെയർ ഹോൾഡർ ആവാനുള്ള ഒരു എന്താ പറയുക, ഷെയർ ഹോൾഡർ ആവണം എന്നാണ് അയാളുടെ ഇൻറ്റിമേഷൻ എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, ഈ കിട്ടിയ അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഷെയർ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റിനെ കമ്പനിക്ക് ഇൻഫോം ചെയ്യാവുന്നതാണ്. ആൻഡ് ആ സമയത്ത് കമ്പനിക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒരു ലീഗലി വാലിഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പനീൻ്റെ ബുക്സിൽ ഈ ഇപ്പം നിലവിൽ ആരുടെ കയ്യിലാണോ ഷെയർ സർട്ടിഫിക്കറ്റ് ഉള്ളത് അയാളുടെ നെയിമും ഡീറ്റെയിൽസൊക്കെ കമ്പനീൻ്റെ ബുക്സിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആർക്കാണോ ലാസ്റ്റ് ബയർ ആരാണോ അല്ലെങ്കിൽ ആർക്കാണോ ഇതിൽ ഷെയർ ഹോൾഡർ ആവാൻ താല്പര്യമുള്ളത് അയാൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കമ്പനീനെ ഇത് ഇൻറ്റിമേറ്റ് ചെയ്തുകൊണ്ട് കമ്പനീൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ അയാളുടെ നെയിം ഷെയർ ഹോൾഡറായിട്ട് എൻ്റർ ചെയ്യാൻ ആവശ്യപ്പെടാവുന്നതാണ്. അങ്ങനെ അല്ലാത്ത പക്ഷം എന്ത് ചെയ്യാം, അത് ഫ്രീലി ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കും. ഒരു പർച്ചേസ് ആൻഡ് സെയിൽ എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും.
അപ്പോൾ ബ്ലാങ്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫറിനെ മെൻഷൻ ചെയ്യാത്ത ട്രാൻസ്ഫറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്ലാങ്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തൊരു ടേം ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് ആണ്. ട്രാൻസ്ഫറും ട്രാൻസ്മിഷനും ഉണ്ട്. അതിൻ്റെ ഡിഫറൻസ് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം. ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാലും ചേഞ്ചിങ് തന്നെയാണ്. പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണ് ചേഞ്ച് ആവുന്നത്? ഇവിടെ ഒരാളുടെ ഡെത്ത്, ഇൻസോൾവൻസി അല്ലെങ്കിൽ ലുനാസി, ഈ ഒരു റീസൺ കൊണ്ട് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്നതിനെയാണ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നമ്മൾ വോളണ്ടറിലി ഒരാൾക്ക് കൈമാറ്റം ചെയ്യുകയാണ്. ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ അവിടെ കമ്പൽസറിലി നമ്മൾ ചെയ്യപ്പെടേണ്ടതാണ്. കാരണം ഒരാൾ മരിച്ചു പോയാൽ അയാളുടെ ഷെയർസ് അയാളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. ഇതിനാണ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്മിഷൻ ഈസ് ദ പാസിംഗ് ഓഫ് ടൈറ്റിൽ ഓർ പ്രോപ്പർട്ടി ഇൻ ഷെയർസ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ബൈ ദ ഓപ്പറേഷൻ ഓഫ് ലോ. ഓക്കെ, അവിടെ ഇമ്പോർട്ടൻ്റ്ലി നോക്കേണ്ട കാര്യം, നോട്ട് ചെയ്യേണ്ട കാര്യം, ബൈ ദ ഓപ്പറേഷൻ ഓഫ് ലോ ആണ്, വോളണ്ടറിലി അല്ല. അത് ലോ പ്രകാരം അങ്ങനെ പോകും. ഓൺ ദ ഹാപ്പനിങ് ഓഫ് സച്ച് ഇവൻറ്റ്സ് ആസ് ഡെത്ത്, ഇൻസോൾവൻസി, ലുനാസി ഓഫ് ദ ഷെയർ ഹോൾഡർ. ഓക്കെ, ആ ഒരു ഡിഫറൻസിൻ്റെ ടേബിളാണ്. ഇതൊന്ന് നോക്കി വെച്ചാൽ മതി. ട്രാൻസ്ഫർ എന്ന് പറയുന്നത് വോളണ്ടറിലി നടക്കുന്ന ഒരു ആക്റ്റാണ്. ബട്ട് ട്രാൻസ്മിഷൻ അണ്ടർ ദ പ്രോസസ് ഓഫ് ലോ ആണ്. ഓക്കെ, കമ്പൽസറിലി ഓട്ടോമാറ്റിക്കലി എന്താവുന്നുണ്ട്, ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ എന്താണ്, ട്രാൻസ്ഫർ ഫോം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ ഓർ ട്രാൻസ്ഫർ ഡീഡ് എന്ന് പറയുന്നത് ട്രാൻസ്ഫറിൻ്റെ കേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരേണ്ട കാര്യമാണ്. പക്ഷേ ട്രാൻസ്മിഷൻ്റെ കേസിൽ അങ്ങനെ ഒരു ഫോമോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ്റെ ഒന്നും കാര്യമില്ല. അവിടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് പറയാണ് ഓണർഷിപ്പ് മാറ്റണം എന്നുള്ളൊരു ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക്കലി അത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അവിടെ ട്രാൻസ്ഫർ ഫോമിൻ്റെ ആവശ്യമില്ല ട്രാൻസ്മിഷൻ്റെ കേസിൽ. ദെൻ ഇറ്റ് ടേക്ക് പ്ലേസ് അറ്റ് എനി ടൈം. ഒരാൾക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് ഇൻ കേസ് ഓഫ് പബ്ലിക് കമ്പനീസ്. പക്ഷേ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് എന്താണ്, ഓൺലി നമ്മളുടെ ഡെത്തോ, ഒരാളുടെ ഡെത്തോ അല്ലെങ്കിൽ ഇൻസോൾവൻസിയോ ഇൻസാനിറ്റിയോ ഒക്കെ വരുന്ന സമയത്ത് അയാളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിനോ അല്ലെങ്കിൽ നോമിനിക്കോ അയാൾ ഓതറൈസ് ചെയ്തിരിക്കുന്ന പേഴ്സണിനോ ആണ് ഈ ഒരു ഷെയർസ് മാറുന്നത്. അപ്പോൾ ഈ ഒരു സർക്കംസ്റ്റൻസസിൽ മാത്രമാണ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. ആൻഡ് ഒരു വാലിഡ് കൺസിഡറേഷൻ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ട്രാൻസ്ഫർ ഓഫ് ഷെയർസിൽ എ എന്ന് പറയുന്ന ആൾ ബി എന്ന് പറയുന്ന പേഴ്സണ് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിന് ബി എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യണം, തിരിച്ച് ഇൻ റിട്ടേൺ എത്രയാണോ ഷെയറിൻ്റെ എമൗണ്ട് അത് പേയ്മെൻറ്റ് നടത്തേണ്ടതുണ്ട്. അവിടെ വാലിഡ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഇവിടെ കൺസിഡറേഷൻ്റെ കാര്യമൊന്നുമില്ല. ഓട്ടോമാറ്റിക്കലി ഇത് ചേഞ്ചായി പോകുന്നതാണ്. ഓക്കെ, അവിടെ ഈ കിട്ടുന്ന ആൾ അതിന് കാശ് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അത് ലീഗൽ റെപ്രസെൻറ്റേറ്റീവോ നോമിനിയോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ട്രാൻസ്ഫറും ട്രാൻസ്മിഷനും. ദെൻ ലാസ്റ്റ് വന്ന് ലീൻ ഓഫ് ഷെയർ എന്താണെന്നും കൂടെയുള്ള ഒരു ടേം ഉണ്ട്. ലീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു റൈറ്റ് എന്നാണ്. ലീനിൻ്റെ മീനിങ് റൈറ്റ് ആണ്. ഇവിടെ ലീൻ ഓഫ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലീൻ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനീൻ്റെ റൈറ്റാണ്. കമ്പനിക്ക് എന്ത് ചെയ്യാം, അവരുടെ ഷെയർസ് റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റിനെയാണ് ലീൻ എന്ന് പറയുന്നത്. റൈറ്റ് ഓഫ് ദ കമ്പനി ടു റീറ്റെയിൻ ദ ഷെയർസ് ആൻഡ് even the dividend payable thereon belonging to a shareholders in respective of the outstanding call amount or any other debt due from the shareholder to the company. എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കമ്പനിക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ട്, ഒരാൾ നമുക്ക് എമൗണ്ട് ഡ്യൂ ആയിട്ടും തന്നിട്ടില്ല, ഒരു ഷെയർ ഹോൾഡർ നമുക്ക് കോൾ എമൗണ്ട് വിളിച്ച സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെപ്റ്റിൻ്റെ ഭാഗമായിട്ടോ എമൗണ്ട് നമുക്ക് ഡ്യൂ ആയിട്ടുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ആ ഷെയർ ഹോൾഡർ ഹോൾഡ് ചെയ്യുന്ന ഷെയർസ് കമ്പനിക്ക് റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. കമ്പനിക്ക് എന്ത് ചെയ്യാം, കമ്പനിക്ക് അത് വാങ്ങിയിട്ട് മറ്റ് തേർഡ് പാർട്ടീസിന് വേണമെങ്കിൽ സെല് ചെയ്യാം. എന്തിനു പറ്റില്ല, അവിടെ ആ ഹോൾഡ് ചെയ്യുന്ന പാർട്ടിക്ക് ബി എന്ന് പറയുന്ന ഒരാളാണ് ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ ആ ഷെയർ ഹോൾഡർക്ക് പിന്നീട് ഈ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടാവില്ല. ഓൺലി കമ്പനിക്ക് മാത്രമേ ഉള്ളൂ ആ ഷെയർസ് തിരിച്ച് വാങ്ങിയിട്ട് മറ്റൊരാൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ലീൻ ഓൺ ഷെയർ എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ഷെയർസിൻ്റെ മുകളിലുള്ള ഒരു റൈറ്റാണ്. നോർമലി ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഈ ഒരു ഷെയർ ഹോൾഡർ നമുക്ക് തരാനുള്ള എമൗണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് കോൾ എമൗണ്ട് ഒക്കെ തരാത്ത സിറ്റുവേഷൻസിലാണ് കമ്പനി ഈ ഒരു റൈറ്റ് എക്സസൈസ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കമ്പനിക്ക് എന്ത് ചെയ്യാം, ആ ഷെയർസ് തിരിച്ച് വാങ്ങിയിട്ട് മറ്റാർക്കെങ്കിലും സെയിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്
എന്താണ് ഷെയർ സർട്ടിഫിക്കറ്റും ഷെയർ വാറൻറ്റും, അതുപോലെ ട്രാൻസ്ഫറും ട്രാൻസ്മിഷനും തമ്മിലുള്ള ഡിഫറൻസ്, ആൻഡ് എന്താണ് ലീന്. ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം.